വെൽക്കം ടു മൈ ചാനൽ Srideviart. ഇന്ന് നമുക്കൊരു ബാർബിക്ക് ബാഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബാഗ് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗ്ലിറ്റർ പേപ്പർ വെച്ച് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. 2 പീസ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബാഗിൻ്റെ ഷേപ്പ് ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡലാണ് വേണ്ട ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ കളറിൻ്റെ തന്നെ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര വീതി വേണം അത്രയും വീതിയിലൊന്ന് വരച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ തന്നെ വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ വരച്ചെടുക്കുമ്പോൾ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകും. കണ്ടോ, ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് ഒട്ടിക്കണം. നമ്മളിപ്പം ബാഗ് റെഡി ആയിട്ടുണ്ട്. ഹാഫ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സിബ് പോലെയൊക്കെ വെക്കില്ലേ, അതിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് 2 സൈഡും ഏകദേശം സെയിം ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ അതൊരു മിസ്മാച്ച് പോലെ തോന്നും. കട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന് ഒരു ഇത് പൗച്ച് പോലെ ഉണ്ടാക്കണം. ഇങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ വെച്ചില്ലേ, അത് ഉണ്ടാക്കണം. അപ്പൊ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാഗ് കുറച്ച് സമയത്തേക്ക് ഡ്രൈ ആവാനൊന്ന് വെക്കാം. ഇപ്പൊ നമ്മളെ ബാഗ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ബാഗിന്റെ അടി ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ആദ്യം തന്നെ സ്ക്വയറിൽ നമ്മൾ നേരത്തെ ഒരു ബോട്ടിലിൽ അവിടെ ഞാൻ ഇതിപ്പം ഹോട്ട് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്, അപ്പം അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ആദ്യം തന്നെ നമുക്കൊരു എൻ്റെ യൂണിക്കോൺ ഷേപ്പിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടില്ല അതിൻ്റെ തലയിലില്ല ചെവിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ഇപ്പം നമ്മൾ 2 ഇയേഴ്സ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് ഇതുപോലെ ഉണ്ടാകില്ലേ, അത് നമുക്കിനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് കളർ ഗ്ലിറ്റർ പേപ്പറാണ്. അതിനിങ്ങനെ കുഞ്ഞൊരു പീസ് എടുക്കാം. ഇപ്പം ഞാൻ ഡൗൺ സൈഡിൽ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത് ഡ്രൈ ആയിട്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇയേഴ്സ് ഞാനിപ്പം ആ പിങ്കിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇയേഴ്സ് പോലെ ഉണ്ടാക്കിയിരിക്കണം. അതിൻ്റെ ആ ഷേപ്പ് കണ്ടോ. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു റെഡ് ഗ്ലിറ്റർ പേപ്പർ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. ഫ്ലവർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു യെല്ലോ ഫോം ഷീറ്റ് പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെ ഒരു സ്മോൾ സർക്കിളിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് ഉണ്ടാകുക. അപ്പം നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം.
ഇപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്, ഫ്ലവറും അതിൻ്റെ യൂസൊക്കെ. അത് നന്നായിട്ട് ഡ്രൈയും ആയിട്ടുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഐസ് ഒന്ന് ഡ്രോ ചെയ്യണം. അതിന് ഞാനിപ്പോൾ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ മാർക്കറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂണിക്കോണിൻ്റെ ഐസ് ഒരു ഇതുപോലെ ആയിരിക്കും. കണ്ടോ? ഇനി നമുക്ക് ബുക്സ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബുക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സീസർ വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ ആണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇതാക്കി കൊടുക്കണം. പേജസ് ഒക്കെ ആക്കണ്ടേ? അപ്പോൾ അതിനാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ബോട്ടിൽ ഉണ്ടാക്കണം. അപ്പോൾ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു നമ്മൾ നേരത്തെ ബുക്കിൽ എടുത്തിട്ടേ അതേപോലത്തെ സെയിം പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബോട്ടിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് ബോട്ടിൽ. ഇനി നമുക്ക് ബുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് പൗച്ച് ഉണ്ടാക്കണം. പൗച്ച് ഉണ്ടാവില്ലേ, നമ്മൾ പെൻസിലൊക്കെ ഇട്ട് വെക്കുന്ന ആ പൗച്ച് ഉണ്ടാക്കണം. പൗച്ച് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പോയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 സർക്കിൾസ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ പൗച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് 2 സർക്കിൾസ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു മോഡലിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ ഉണ്ടാക്കാം. പെൻസിൽ, എറേസർ പോലെ. ആദ്യം തന്നെ ഞാൻ വൈറ്റ് പെൻസിൽ ഉണ്ടാക്കാം. 1 ഉണ്ടാക്കി. പിന്നെ എൻ്റെ അടുത്ത് വേറെ കളറില്ലതും ഉണ്ട്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ സൈസ് ഏകദേശം
ക്രാഫ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ്. ഞാനിപ്പോൾ ബാഗിൻ്റെ കൂടെ തന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ വേറെ കളർ ചേഞ്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.